Hi and hello everyone. Today I am sharing on behalf of my vlogs. നമുക്കെല്ലാവർക്കും അറിയാം ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ പാടെ തകർന്നു പോയ ഒരു സമ്പദ് വ്യവസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു അഗ്രികൾച്ചർ നേഷൻ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു കാർഷിക രാജ്യത്ത് എങ്ങനെയാണ് എത്രത്തോളം സമ്പദ് വ്യവസ്ഥ മുന്നിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റോക്സ് ഗവൺമെന്റ് ഇവയെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാടെ തകർന്നു പോയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മറ്റുള്ള കൊറോണ അല്ലെങ്കിൽ കോവിഡ്-19 പാൻഡമിക്കിനെ അതിജീവിക്കാൻ എത്രത്തോളം മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക്, അതായത് മെക്സിക്കോ, വിയറ്റ്നാം, തായ്ലൻഡ് പോലെയുള്ള ഇത്തരം രാഷ്ട്രങ്ങൾ കയറുമ്പോഴും നമ്മളെപ്പോലെയുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കൺട്രി കയറാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നിയമക്കുരുക്കുകളും അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലുള്ള പാളിച്ചകളുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, തായ്ലൻഡ് അതേപോലെ തന്നെ മെക്സിക്കോ പോലെയുള്ള വിയറ്റ്നാം പോലെയുള്ള രാഷ്ട്രങ്ങള് കേരളത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് മുൻകൂറായിട്ട് ഇത്തരം അഗ്രികൾച്ചർ ആയിട്ട് അല്ലെങ്കിൽ കൃഷിയുടെ കാര്യത്തിൽ എത്രത്തോളം വികസിതരായിട്ട് വന്നത് എന്നതാണ്. അതായത് ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കർഷകരെന്ന് പറയുന്നത് വളരെയധികം നിസ്സഹായാവസ്ഥ നേരിടുന്ന ഒരു ജനവിഭാഗമാണ്. അതായത് കടം വന്നിട്ട് അല്ലെങ്കിൽ കടത്തില് ജീവിതം ഒടുക്കുന്ന ചെറുകിട കർഷകർ മുതൽ അതേപോലെ തന്നെ പരീക്ഷണങ്ങളൊക്കെ ഇത്തരം പരാജയങ്ങൾ നേരിടുമ്പോൾ തകർന്നു പോകുന്ന വൻകിട കർഷകർ വരെയുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ കൃഷി വൈവിധ്യത്തില് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തില് അല്ലെങ്കിൽ കേരളത്തില് 15 ഏക്കറിൽ കൂടുതൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത്ര ഭൂമി ലാൻഡ് കൈവശം വെക്കാനുള്ള നമ്മളുടെ ഒരു അവകാശം നമുക്ക് നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത്തരം 15 ഏക്കറിൽ നമ്മളുടെ കൈവശം വെക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിൽ നാണ്യവിളകള് അല്ലെങ്കിൽ തോട്ടവിളകൾ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം തരുന്നുള്ളൂ. അപ്പോൾ കൃഷി വൈവിധ്യവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അഗ്രികൾച്ചറിനുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് agriculture is the പ്രോസസ് ഓഫ് കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ് ആൻഡ് അവർ ലൈഫ് സ്റ്റോക്ക്. അതായത് എത്രത്തോളം ജൈവ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ജൈവ വൈവിധ്യം നമ്മുടെ ഭൂമിയിൽ നിലനിർത്താനും അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ കൃഷി കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ എന്ന ബേസ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ ലോകം മൊത്തം നിലനിൽക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കൃഷി വൈവിധ്യവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ആദായകരമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലവസരങ്ങളും ഭക്ഷ്യസുരക്ഷയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഭക്ഷ്യ സംസ്കരണവും മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും നൽകുന്ന രീതിയിലുള്ള ഒരു അഗ്രികൾച്ചർ ആണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക. അപ്പോൾ കോവിഡ് സൃഷ്ടിച്ച ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ജീവിതങ്ങളിലേക്ക് വഴി തുറക്കുന്നവയാവണം. എന്നാൽ തോട്ടം മേഖലയുടെ തരംതിരിക്കലിലുള്ള നിയമക്കുരുക്കുകള് കൃഷിക്കാർക്ക് വളരെയധികം നിഷ്പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യതകൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇന്നത്തെ ഒരു മുന്നോട്ട് പോകൽ എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി ഏക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിധി എന്ന് പറയുന്നത് 15 ഏക്കറായി നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഏലം, കാപ്പി, അതേപോലെ തന്നെ റബ്ബർ, തേയില, കറുകപ്പട്ട, അതേപോലെ കൊക്കോ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള് കൃഷി ചെയ്യുന്ന തോട്ടങ്ങള് ഒഴിവാക്കിയാൽ
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാംഗോസ്റ്റിൻ അതേപോലെ തന്നെ ദുരിയാൻ, അവഗാഡോ പോലെയുള്ള ഫ്രൂട്ട് ഐറ്റംസ് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു നിയമക്കുരുക്ക് നമ്മുടെ കെണിയായിട്ട് നമ്മളുടെ കേരളത്തിലായാൽ പോലും ഇന്ത്യയിലായാൽ പോലും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. പക്ഷെ ഈ ബിഗ് പാൻഡമിക് അല്ലെങ്കിൽ കോവിഡ്-19 സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ലൈവ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അവഗാഡോ, ദുരിയാൻ, അതേപോലെ തന്നെ റംബൂട്ടാൻ പോലെയുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിച്ച് തായ്ലൻഡ്, വിയറ്റ്നാം അതേപോലെയുള്ള രാഷ്ട്രങ്ങൾ കരകയറുമ്പോഴും നമ്മുടെ കർഷകർ ഇപ്പോഴും പരീക്ഷണാടിസ്ഥാനത്തിലെ കൃഷിയിലേക്ക് ഇറങ്ങുകയും അത് വിജയകരമായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ നിയമക്കുരുക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്തുകൊണ്ടാണ് വലിയ വില കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഈ നാണ്യവിളകളുടെ അല്ലെങ്കിൽ തോട്ടവിളകളുടെ കൂടെ തന്നെയും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷി ചെയ്യാൻ അനുമതി നൽകിക്കൂടാ എന്ന് തോട്ടുടമകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഇനി ഇതിന്റെ കൂടെ ചെറിയ എമൗണ്ടിൽ ബാക്കിയുള്ള നാണ്യവിളകളുടെ കൂടെ ബാക്കിയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളുടെ ഗുഡായിട്ടുള്ള ലൈവ് സ്റ്റോക്കിന് അതൊരു ഡിമാർക്കായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അവിടെ നിലനിൽക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ വിസ്മയമായിട്ടുള്ള ഒരു സാധ്യതകളാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെ പോലെ നമുക്കും അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ലോകത്ത് കൃഷി മേഖലയിൽ ഇന്ന് വിസ്മയകരമായിട്ടുള്ള ഈ മാറ്റങ്ങള് ഫല വൃക്ഷ സാധ്യതകള് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും അല്ലെ. അതായത് പഴങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്ന ചൈന പോലെയുള്ള ഇത്തരം രാഷ്ട്രങ്ങള് അഗ്രികൾച്ചർ ബേസിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് വിയറ്റ്നാം, തായ്ലൻഡ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വരെ പഴവർഗ കൃഷിയിലൂടെ കയറ്റുമതിയിലൂടെയും മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ലോക ഭക്ഷ്യ കൃഷി സംഘടനയുടെ FAO പറയുന്നത് ലോക പച്ചക്കറി വിപണി എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ അവർക്ക് 2.9% അല്ലെങ്കിൽ 2.9% വരെ വളരെയധികം വളർച്ചാ നിരക്കാണ് നേരിടാൻ കഴിയുക. അതായത് 2030 ആവുമ്പോഴേക്കും, അതായത് 2030 ആവുമ്പോഴേക്കും ലോക പഴവർഗ ഉൽപാദനത്തിൽ 70% അല്ലെങ്കിൽ 70% ഒരു ഇൻക്രിമെന്റ് ആണ് അവര് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെക്സിക്കോ എന്ന് പറയുന്നത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇത്തരം പാൻഡമിക് സിറ്റുവേഷൻ നേരിടുമ്പോൾ പോലും അവർക്കൊരു വിജയ വീരഗാഥ കൈവരിക്കാൻ കഴിയുന്നത് അവർ ഇത്തരം വിസ്മയമായിട്ടുള്ള സാധ്യതകൾ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇപ്പോൾ വിയറ്റ്നാമിൽ ഇപ്പോൾ 20 ലക്ഷം ഏക്കറില് പഴക്കൃഷി മാത്രം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപാദനം നടത്തുന്നുണ്ട്. അതായത് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാങ്ങ, വാഴപ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, ദുരിയാൻ, അതേപോലെ തന്നെ ഓറഞ്ച്, മുന്തിരി, ലോങ് പൈനാപ്പിൾ, റംബൂട്ടാൻ, ചക്ക ഇങ്ങനെയുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളിലൂടെ വിസ്മയ സാധ്യതകളാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇന്ത്യ പോലെയുള്ള നേഷൻസിന് ഇത്തരം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇവല്യൂഷൻ കൊണ്ടുവരാൻ കഴിയാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നിയമക്കുരുക്കാണ്. അതായത് ഇത്ര ഏക്കർ പരിധി നിശ്ചയിച്ച ആ തോട്ടത്തിൽ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇത്തരം പഴ വിപണ സാധ്യതകൾ കൂടി കൃഷി ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ ഈ ദശകത്തിന്റെ തുടക്കത്തിലാണ് വിയറ്റ്നാം എന്ത് ചെയ്തത്, പഴവർഗ്ഗങ്ങളുടെ കയറ്റുമതി തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മളും ഒട്ടും പിന്നിലല്ല, നമുക്കും എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളിൽ ഒരു 2030 ആവുമ്പോഴേക്കും 2.9%ഉം കൃഷിക്കാർക്ക് ഇതിലുള്ള ഇളവുകൾ അല്ലെങ്കിൽ അവരെ ഒന്നും കൂടെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഒന്നും കൂടെ നിയമക്കുരുക്ക് അയവ് വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വളർച്ച നമുക്കും
പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ മെക്സിക്കൻ അപാരത അല്ലെങ്കിൽ വിയറ്റ്നാമിന്റെ ഈ വിജയ വീരഗാഥ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ലോക വിപണിയിലെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും പോഷക സമ്പന്നവുമായിട്ടുള്ള അവക്കാഡോ പോലെയുള്ള പഴവർഗ്ഗങ്ങള് വൻതോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2013 മുതൽ 2017 വരെ 95.6% എന്ത് ചെയ്യുന്നത് അവരുടെ കയറ്റുമതി വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏകദേശം ഒരു 670 അല്ലെങ്കിൽ 670 കോടി വരെ ഡോളറിലുള്ള ഒരു വിജയ വീരഗാഥ അല്ലെങ്കിൽ മെക്സിക്കൻ അപാരതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്, ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേഷൻ ആയിട്ടാണ് നമ്മളുടെ താളുകളിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന മെയിൻ ആയിട്ടുള്ള ഫലവൃക്ഷങ്ങള് അല്ലെങ്കിൽ ഫലങ്ങള് എന്ന് പറയുന്നത് 100-ലേറെ വർഷം ആയുസ്സുള്ളവയാണ്. അല്ലെ, നമുക്കറിയാം നമ്മൾ തുടർന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 100 വർഷം പഴക്കമുള്ള ഫലവർഗ്ഗങ്ങളാണ് ഇപ്പോഴും നമ്മളുടെ ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷി ചെലവ് നമുക്ക് വളരെയധികം കുറക്കാൻ കഴിയും. അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് പാളിച്ചകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാം. പക്ഷെ നമ്മളുടെ നിയമക്കുരുക്കാണ് അതിനൊരു തിരിച്ചടിയായിട്ട് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ റംബൂട്ടാൻ എന്ന് പറയുന്ന ഒരു വൃക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫലം 100 വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫലങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ലോകത്ത് തന്നെ മുൻനിരയിലുള്ള ഇന്ത്യ, അതിനൊത്ത് തന്നെ മാങ്ങ, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി ഇതേപോലെയുള്ള ഫലവൃക്ഷങ്ങള്, ഡ്രാഗൺ ഫ്രൂട്ട് പോലെയുള്ള ഫലവൃക്ഷങ്ങള് ഏതെങ്കിലും തരത്തില് നിയമക്കുരുക്ക് ഇല്ലാതെ കാർഷിക സമൃദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ ഇത്തരം പാൻഡമിക് സിറ്റുവേഷനിലും അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നേഷന് അതൊരു മുതൽക്കൂട്ടായി തീരും എന്നുള്ളത് തീർച്ചയാണ്. അതിനു വേണ്ടിയിട്ട് ഈ പാൻഡമിക് സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാം, യത്നിക്കാം.